Okay, dear students, ഇനി നമ്മൾ നെക്സ്റ്റ് സിവിലൈസേഷൻ നമ്മൾ നോക്കാൻ പോകുന്നു. സിവിലൈസേഷൻ്റെ പേരാണ് ഹാരപ്പൻ സിവിലൈസേഷൻ. എന്താണ് ഹാരപ്പൻ സിവിലൈസേഷൻ? ഈ ഒരു സിവിലൈസേഷന് മറ്റൊരു പേരിൽ അറിയപ്പെടും ഇൻഡസ് വാലി സിവിലൈസേഷൻ. എന്താണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ? അപ്പോൾ രണ്ട് പേരുണ്ട്. ഒന്ന് ഹാരപ്പൻ സിവിലൈസേഷൻ എന്നറിയപ്പെടും, മറ്റൊന്ന് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന പേരിലും അറിയപ്പെടും. എന്നിങ്ങനെ രണ്ട് പേരിൽ അറിയപ്പെടുന്ന ഒരു സംസ്കാരമാണ് ഏത്? ഹാരപ്പൻ സംസ്കാരം. ഓക്കെ, ഹാരപ്പൻ സിവിലൈസേഷൻ ഇത് എന്തുകൊണ്ടാണ് ഇതിന് മറ്റൊരു പേരായിട്ടുള്ള ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന പേര് വരാൻ കാരണം? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഇറ്റ് ഈസ് ഫ്ലറിഷ്ഡ്. ഇത് വളർന്നു വന്നിട്ടുള്ളത് ദ വാലീസ് ഓഫ് ഇൻഡസ് റിവർ. ഇൻഡസ് നദിയുടെ തീരങ്ങളിലാണ് ഇത് വളർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിന് ഏത് പേര് വന്നിട്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നുള്ള പേര് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോയിന്റ് നോക്കുക. ദ ഹാരപ്പൻ സിവിലൈസേഷൻ ദാറ്റ് ഫ്ലൗറിഷ്ഡ് ഇൻ ദ വാലി ഓഫ് ദ റിവർ ഇൻഡസ്. ഇൻഡസ് നദിയുടെ തീരങ്ങളിൽ വളർന്നു വന്നിട്ടുള്ള ഒരു സംസ്കാരമാണ് ഏത്? ഹാരപ്പൻ സിവിലൈസേഷൻ. ഏത് റിവറാണ്? ഇൻഡസ്. ഇൻഡസ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയുക സിന്ധു എന്നാണ്. ഓക്കെ, സിന്ധു നദിയെയാണ് എന്ത് നമ്മൾ ഇംഗ്ലീഷിൽ ഇൻഡസ് റിവർ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, എന്താണ്? സിന്ധു നദി. ഓക്കെ, അതാണ് ഇൻഡസ് റിവർ. ഓക്കെ, അപ്പോൾ ഇൻഡസ് നദി എന്ന് പറയരുത്, ഇൻഡസ് നദി എന്ന് പറയരുത്. നമ്മൾ മലയാളത്തിൽ നമ്മൾ പറയുമല്ലോ ഇൻഡസ് നദിയുടെ, അങ്ങനെയല്ല, സിന്ധു നദിയാണ് കേട്ടോ അതിൻ്റെ പേര് പറയുക. മലയാളത്തിൽ അതിനെ സിന്ധു നദി എന്നാണ് പറയുക. ഓക്കെ, ഇൻഡസ് റിവർ അതിൻ്റെ താഴ്വരകളിൽ വളർന്നു വന്നിട്ടുള്ള ഒരു സംസ്കാരമാണ് ഏത്? ഹാരപ്പൻ സംസ്കാരം. ദ ഹാരപ്പൻ സിവിലൈസേഷൻ ഫ്ലൗറിഷ്ഡ് ഇൻ ദ വാലി ഓഫ് ദ റിവർ ഇൻഡസ്. ഓക്കെ, ഇൻഡസ് റിവറിൻ്റെ വാലികളിൽ വളർന്നു വന്നിട്ടുള്ള ഒരു സിവിലൈസേഷൻ ആണ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഇതിന് മറ്റൊരു പേരുമുണ്ട്. ഏതാണ്? ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നുള്ള ഒരു പേരുമുണ്ട്. ഓക്കെ, ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഓക്കെ, ഈ പേരിലും ഇത് അറിയപ്പെടും. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്ന പേരിലും അറിയപ്പെടും. ഓക്കെ, മലയാളത്തിൽ സിന്ധു നദി തട സംസ്കാരം എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? സിന്ധു നദി തട സംസ്കാരം. ഓക്കെ, ഇൻഡസ് വാലി സിവിലൈസേഷൻ. അപ്പോൾ ഏത് റിവറാണ് ഹാരപ്പൻ സിവിലൈസേഷൻ? ദാറ്റ് വാസ് ഇൻഡസ് റിവർ. ഏതാണ്? ഇൻഡസ് റിവറാണ്. ഇനി പ്രധാനപ്പെട്ട സൈറ്റുകൾ, പ്രധാന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? മേജർ സൈറ്റ്സ് ഓഫ് ദിസ് സിവിലൈസേഷൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. അല്ലെ, ഇപ്പോഴത്തെ ഇന്ത്യയും പാകിസ്ഥാനും അടങ്ങുന്ന പ്രദേശങ്ങളാണ് ഏത്? ഹാരപ്പൻ സിവിലൈസേഷൻ ഉള്ളത് കേട്ടോ. ഏതാണ്? സിന്ധു നദി ഏതിലൂടെ ഒഴുകുന്നത്? പാകിസ്ഥാനിൽ നിന്ന് തുടങ്ങി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് എന്ത്? ഇൻഡസ് നദി എന്ന് പറയുന്നത്. ഇൻഡസ് റിവർ, സിന്ധു നദി എന്നറിയപ്പെടുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഇന്ത്യയും പാകിസ്ഥാനും അടങ്ങുന്ന പ്രദേശങ്ങളാണ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഓക്കെ, ഇപ്പോഴത്തെ ഇന്ത്യയും പാകിസ്ഥാനും അടങ്ങുന്ന പ്രദേശങ്ങളാണ്. ദ മേജർ സൈറ്റ്സ് ഓഫ് ദി സിവിലൈസേഷൻ. ഈ ഒരു സിവിലൈസേഷൻ്റെ പ്രധാനപ്പെട്ട സൈറ്റ്സ് അല്ലെങ്കിൽ സ്ഥലം, അതിൻ്റെ പ്രദേശം എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഓക്കെ, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. ഓക്കെ, മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് പറയാൻ പോകുന്നത്. ആ ഒരു സിവിലൈസേഷനിൽ, ആ ഒരു സംസ്കാരത്തിൽ നിലനിന്ന ആളുകൾ അവരുടെ പ്രധാനപ്പെട്ട ഒന്ന് പ്രധാനമായിട്ട് പറയുന്നത് ടൗൺ പ്ലാനിങ് ആണ്. കൃത്യമായിട്ട് നഗര ആസൂത്രണം, അതായത് നഗരങ്ങൾ, ചെറിയ ചെറിയ നഗരങ്ങൾ ഉണ്ടായിരുന്നു ആ സംസ്കാരത്തിൽ അന്ന് കേട്ടോ. ചെറിയ ചെറിയ നഗരങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് ടൗൺ പ്ലാനിങ് എന്ന് പറയുന്നത്. എന്താണ്? നഗരാസൂത്രണം. ചെറിയ നഗരങ്ങളായി കേന്ദ്രീകരിച്ചായിരുന്നു അവർ ഉണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ തെറൗഫേഴ്സ് എന്ന് പറഞ്ഞാൽ തെരുവുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, എന്താണ് തെറൗഫേഴ്സ് എന്ന് പറഞ്ഞാൽ? തെരുവുകൾ ഉണ്ടായിരുന്നു. പിന്നെ പറയുന്നു ഡ്രൈനേജ് സിസ്റ്റം. പറഞ്ഞാൽ അഴുക്ക് ചാലുകൾ ഉള്ള അങ്ങനത്തെ ഒരു സംവിധാനം, അഴുക്കുചാൽ സംവിധാനവും ഉണ്ടായിരുന്നു, ഡ്രൈനേജ് സിസ്റ്റം.
പിന്നെ പറയുന്നു ഗ്രാനറി എന്ന് പറഞ്ഞാൽ ധാന്യപ്പുരകൾ. ഓക്കെ, ധാന്യങ്ങൾ സംഭരിച്ചു വെക്കുന്ന ഒരു പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ട്രേഡ് സെന്റേഴ്സ്, കച്ചവട കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ മൾട്ടി സ്റ്റോറേജ് ഹൗസസ് വിത്ത് ബേൺഡ് ബ്രിക്സ്, ബേൺഡ് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ചുട്ടെടുത്ത ഇഷ്ടിക കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മൾട്ടി സ്റ്റോറേജ് ഹൗസസ്, അല്ലെ, ബഹുനിലയായിട്ടുള്ള വീടുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ എന്തിൻ്റെ സവിശേഷതകളാണ്? ഹാരപ്പൻ സിവിലൈസേഷൻ്റെ സവിശേഷതകളാണ്. അപ്പം അത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. അന്നും എന്തൊക്കെ അവർ ഈ കാര്യങ്ങളിലൊക്കെ അവർ ഭയങ്കരമായിട്ട് സവിശേഷതകളുള്ളതായിരുന്നു. അതാണ് മെയിൻ ഫീച്ചേഴ്സ്. ഒന്ന് ടൗൺ പ്ലാനിങ്, മറ്റൊന്ന് തറൗഫയേഴ്സ്. ടൗൺ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നഗരാസൂത്രണം. ഓക്കെ, നഗരാസൂത്രണം, നഗരങ്ങൾ കേന്ദ്രീകരിച്ച്, ടൗണുകൾ കേന്ദ്രീകരിച്ചായിരുന്നു അവർ കച്ചവടങ്ങളും മറ്റും നടത്തിയിരുന്നത്. പിന്നെ തെരുവുകൾ ഉണ്ടായിരുന്നു അവിടെ. ഡ്രൈനേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അഴുക്കുചാൽ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ഗ്രാനറീസ് എന്ന് പറഞ്ഞാൽ ധാന്യപ്പുരകൾ ഉണ്ടായിരുന്നു. ട്രേഡ് സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ കച്ചവട കേന്ദ്രങ്ങൾ. മൾട്ടി സ്റ്റോറേജ് ഹൗസ് വിത്ത് ബേൺഡ് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേൺഡ് ബ്രിക്സ് എന്ന് പറഞ്ഞാൽ ചുട്ടെടുത്ത ഇഷ്ടികക്കല്ലുകൾ, അതുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മൾട്ടി സ്റ്റോറേജ് ഹൗസസ്, ബഹുനില വീടുകളും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് ആണ്. പിന്നെ പറയുന്നു ഹാരപ്പൻ പീപ്പിൾസ് വേർ നോ ദ ആർട്ട് ഓഫ് റൈറ്റിംഗ്. അവർക്ക് എഴുത്തുവിദ്യ അറിയാമായിരുന്നു. ഹാരപ്പൻ ജനതയ്ക്ക് എഴുത്തുവിദ്യ അറിയാമായിരുന്നു. ദ ഹാരപ്പൻ പീപ്പിൾസ് വേർ നോ ദ ആർട്ട് ഓഫ് റൈറ്റിംഗ്. ഓക്കെ, ദ മേജർ സിറ്റീസ്, പ്രധാനപ്പെട്ട നഗരങ്ങൾ, സിറ്റികൾ, അതായത് ഹാരപ്പൻ സിവിലൈസേഷന്റെ പ്രധാനപ്പെട്ട സിറ്റികൾ. ഓക്കെ, എക്സാമിനൊക്കെ ഇങ്ങനെ ചോദിക്കും, വിച്ച് ആർ ദ മേജർ സിറ്റീസ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ? ഒരു ക്വസ്റ്റ്യൻ. മറ്റൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയും വരും, വിച്ച് ആർ ദ മേജർ സിറ്റീസ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ? ഏതൊക്കെയാണ് ആ സിറ്റികൾ? നോക്കൂ, ഒന്ന് മോഹൻജുദാരോ, ആ സമയത്ത് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ് മോഹൻജുദാരോ. പിന്നെ ഹാരപ്പ, കാലിബംഗാൻ, പിന്നെ നെക്സ്റ്റ് വൺ ലോത്തൽ. ദീസ് ആർ ദ മേജർ സിറ്റീസ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളാണ്, സിറ്റികളാണ് മോഹൻജുദാരോ, ഹാരപ്പ, കാലിബംഗാൻ, ലോതൽ. ഓക്കെ, പിന്നെ പറയുന്നു ഇമ്പോർട്ടൻ്റ് റിമൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്ത്? ശേഷിപ്പ്, അല്ലേ? മെസപ്പൊട്ടോമിയയിലുള്ള പ്രധാനപ്പെട്ട ശേഷിപ്പാണ് എന്ത്? സിഗുറത്സ്. അതുപോലെ ഈജിപ്ഷ്യനിലുള്ള പ്രധാനപ്പെട്ട റിമൈൻസ് ആണ് ഏത്? നമ്മൾ പറഞ്ഞിട്ടുള്ള പിരമിഡ്സ്. അതുപോലെ ഇപ്പോൾ ഇതിൽ ഹാരപ്പൻ സിവിലൈസേഷന്റെ മേജർ റിമൈൻസ് ഏതാണ്? ദ ഗ്രേറ്റ് ബാത്ത്. എന്താണ്? ദ ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നതാണ്. ഗ്രേറ്റ് ബാത്ത്, അല്ലെ? ബാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കുളിക്കുക. അപ്പോൾ ദ ഗ്രേറ്റ് ബാത്ത് എന്ന് പറഞ്ഞാൽ ഒരു വലിയ കുളമാണ് അവിടുത്തെ സവിശേഷത. അവരുടെ ഒരു കുളം ഉണ്ടാക്കിയിട്ടുണ്ട്, അതായത് ചുട്ടെടുത്ത ഇഷ്ടികക്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു കുളം. അത് ഈ ഹാരപ്പയിലാണ് ഉണ്ടാക്കിയത്. ഇവിടെ ഹാരപ്പയിലാണ് ദ ഗ്രേറ്റ് ബാത്ത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഹാരപ്പയിലുള്ള ഈ ഒരു ഗ്രേറ്റ് ബാത്ത് അത് ബേൺഡ് ബ്രിക്സ് ആയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്, നിങ്ങളെല്ലാവരും നോക്കുക. ഓക്കെ, അപ്പോൾ ദ ഗ്രേറ്റ് ബാത്ത് ആണ് മേജർ റിമൈൻസ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഓക്കെ, അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത് പറയുന്നത് ഹാരപ്പൻ സിവിലൈസേഷന് മറ്റൊരു പേരിൽ അറിയപ്പെടും. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ആൻ അനദർ നെയിം, ദാറ്റ് വാസ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഏതാണ്? ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നുള്ള മറ്റൊരു പേരിൽ അറിയപ്പെടും. എന്താണ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്നുള്ള ഒരു പെട്ടെന്നുള്ള ചോദ്യത്തിന് നമുക്ക് അതിന് ആൻസർ നൽകാൻ പറ്റും. എന്താണ്? ഹാരപ്പൻ സിവിലൈസേഷൻ ഫ്ലൗറിഷ്ഡ് ഇൻ ദ വാലി ഓഫ് ദ റിവർ ഇൻഡസ്. ഇൻഡസ് റിവറിൻ്റെ താഴ്വരകളിൽ വളർന്നു വന്നിട്ടുള്ള സംസ്കാരമാണ് ഹാരപ്പൻ സിവിലൈസേഷൻ. ദ മേജർ സൈറ്റ്സ് ഓഫ് ദിസ് സിവിലൈസേഷൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇപ്പോഴത്തെ ഇന്ത്യയും
പാകിസ്ഥാനും അടങ്ങുന്ന പ്രദേശമാണ് ഏത്? ഹാരപ്പൻ സിവിലൈസേഷൻ, ഹാരപ്പൻ സംസ്കാരം ഉള്ളത്. മെയിൻ ഫീച്ചേഴ്സ്, പ്രധാനപ്പെട്ട സവിശേഷതകൾ: ടൗൺ പ്ലാനിങ്, നഗരാസൂത്രണം, അതുപോലെ തറോഫെയേഴ്സ്, തെരുവുകൾ ഉണ്ടായിരുന്നു, ഡ്രൈനേജ് സിസ്റ്റം. നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഇനി 8ാം ക്ലാസ്സിൽ ഒരുപാട് വിശദമായിട്ട് പഠിക്കാൻ കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒരു ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, തറോഫെയേഴ്സ്, തെരുവുകൾ, ഡ്രൈനേജ് സിസ്റ്റം, അഴുക്കുചാൽ സംവിധാനങ്ങൾ, ഗ്രാനറീസ്, ധാന്യപ്പുരകൾ, അതുപോലെ ട്രേഡ് സെൻറ്റേഴ്സ്, കച്ചവട കേന്ദ്രങ്ങൾ, അതുപോലെ പിന്നെ മൾട്ടി സ്റ്റോറേജ് ഹൗസസ് വിത്ത് ബേൺഡ് ബ്രിക്സ്, ചുട്ടെടുത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ബഹുനില കെട്ടിടങ്ങൾ, ബഹുനില വീടുകൾ ഇതിൻ്റെ പ്രത്യേകതകളാണ്. ഓക്കെ, പിന്നെ ഹാരപ്പൻ പീപ്പിളിന് എന്തറിയാമായിരുന്നു? ആർട്ട് ഓഫ് റൈറ്റിംഗ്, എഴുത്തുവിദ്യ അറിയാമായിരുന്നു. ഏതാണ് ലിപി? സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുന്നില്ല. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുന്നില്ല. മേജർ സിറ്റീസ്, പ്രധാനപ്പെട്ട സിറ്റി ഏതാണ്? മോഹൻജുദാരോ, ഹാരപ്പ, കാലിബംഗാൻ, ലോഥൽ. ഓക്കെ, അതൊക്കെയാണ് മോഹൻജുദാരോ, ഹാരപ്പ, കാലിബംഗൻ, ലോഥൽ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് റിമൈൻസ് ആണ് ഏത്? ദ ഗ്രേറ്റ് ബാത്ത്. ദ ഗ്രേറ്റ് ബാത്ത് ദാറ്റ് വാസ് സിറ്റുവേറ്റഡ് ഇൻ ഹാരപ്പ. ഗ്രേറ്റ് ബാത്ത് എവിടെയാണ് ഉള്ളത്? സ്ഥിതി ചെയ്യുന്നത് ഹാരപ്പയിലാണ്. എവിടെയാണ്? ഹാരപ്പയിലാണ്. ആ പോയിന്റും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എന്ത് ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്.